Hi friends, welcome to a new video from English with ASEE. Spoken English practice for 15 days, 15 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം എന്ന ഒരു പുതിയ സീരീസിലൂടെയാണ് നാം കടന്നു പോകുന്നത് അല്ലേ. ഇപ്പോൾ നാം ഡേ 5 പ്രാക്ടീസ് വരെ എത്തിയിരുന്നു. ഏകദേശം 5 ദിവസം കൊണ്ട് ചെറിയ ചെറിയ വാക്യങ്ങൾ ഉണ്ടാക്കാൻ നാം പഠിച്ചു അല്ലേ. അതായത് നാം ചെറിയ രീതിയിലുള്ള സെൻറ്റൻസുകളിലൂടെ ആയിരുന്നു. അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, ടുഡേയ്സ് തിങ്സ്, അതായത് ഇന്ന് നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഇന്നലെ നടന്ന അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ഇനി നടക്കും എന്ന് നാം വിചാരിക്കുന്ന അല്ലെങ്കിൽ ഭാവിയിലുള്ള കാര്യങ്ങൾ, ഈ 3 രീതിയിലുള്ളതും നാം പഠിച്ചു കഴിഞ്ഞു. അതുപോലെ അതായത് സഹായിക്കുന്നു, സഹായിച്ചിരുന്നു, സഹായിക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പഠിച്ചു. ഒപ്പം തന്നെ സഹായിച്ചിട്ടുണ്ട് എന്നതും എങ്ങനെ പഠിക്കും, എങ്ങനെ പറയും എന്നതാണ് നാം ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചത്. അപ്പോൾ സഹായിക്കുന്നു എന്നതിന് നാം ഹെൽപ്പ് അല്ലെങ്കിൽ ഹെൽപ്സ് എന്നത് പഠിച്ചു അല്ലേ. അതായത് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ഡു പ്ലസ് ഹെൽപ്പ്. എന്നാൽ ഹെൽപ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഡസ്സിനെയാണ് ആ എസ് കാണിക്കുന്നത് അല്ലേ. എസ് ഓർ ഇ എസ് വരുന്നിടത്ത് ഡസ് ആയിരിക്കും, ഡസ് വെർബായിരിക്കും. എന്നാൽ ഒന്നും ആഡ് ചെയ്യാത്തടത്ത് ഡു വെർബായിരിക്കും. അതായത് ഡു ഹെൽപ്പ്, ഡസ് ഹെൽപ്പ് അല്ലേ. സഹായിക്കുന്നു അതിന് ഹെൽപ്പ് അല്ലെങ്കിൽ ഹെൽപ്സ്, നമുക്കറിയാമല്ലോ. പിന്നെ സഹായിച്ചിരുന്നു എന്നതിന് ഹെൽപ്പ് എന്നാക്കി, അതായത് HELPED, ഹെൽപ്ഡ്, ഹെൽപ്ഡ്. ഓക്കെ, സഹായിക്കും എന്ന് വന്നപ്പോൾ വിൽ ഹെൽപ്പായി. അതുപോലെ സഹായിച്ചിട്ടുണ്ട് എന്നതിന് ഹാസ് ഹെൽപ്ഡ് അല്ലെങ്കിൽ ഹാവ് ഹെൽപ്ഡ്. ഇത്രയും നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ തൊട്ട് മുന്നുള്ള വീഡിയോകൾ കൂടി ഒന്ന് കേൾക്കുക. ഓക്കെ, വീഡിയോകളിൽ വളരെ വ്യക്തമായി എന്താണ് ഇത് എങ്ങനെയാണ് വരുന്നത് എന്നും ഏത് രീതിയിലാണ് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ ഘടന എന്നുമൊക്കെ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെയധികം ശ്രദ്ധിച്ച് മലയാളത്തിൽ തന്നെയാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ഓൾസോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക്, ഞാൻ ഇന്ന് എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഈ 3 അല്ലെങ്കിൽ 4 രീതിയിലുള്ള സെൻറ്റൻസുകളെയും എങ്ങനെ ചോദ്യരൂപത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വെർബ് അല്ലെങ്കിൽ ആ പ്രവൃത്തി, ഇപ്പം സഹായിക്കുന്നു എന്നുള്ളതിന് ഹെൽപ്പ് അല്ലെങ്കിൽ ഹെൽപ്സ്, അതായത് ഡു വെർബ് അല്ലെങ്കിൽ ഡസ് വെർബ്. സഹായിച്ചിരുന്നു എന്നതിന് ഹെൽപ്ഡ് അഥവാ ഡെഡ് വെർബ്. സഹായിക്കും എന്നതിന് വിൽ പ്ലസ് വെർബ്, വിൽ ഹെൽപ്പ് അല്ലേ. അതുപോലെ സഹായിച്ചിട്ടുണ്ട് എന്നതിന് ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബാണ്, ഹെൽപ്പാണ് അല്ലേ, ഹെൽപ്ഡാണ് അല്ലേ. അപ്പം ഹാസ് ഹെൽപ്ഡ് അല്ലെങ്കിൽ ഹാവ് ഹെൽപ്ഡാണ്, അറിയാമല്ലോ. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ പറയാണ് യു ഹെൽപ്പ് മീ നമുക്ക് കളയാം. യു ഹെൽപ്പ്, നീ സഹായിക്കുന്നു. യു ഹെൽപ്പ്, നീ സഹായിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ നീ സഹായിക്കുന്നോ എന്ന് എങ്ങനെ ചോദിക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് സഹായിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളിവിടെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ആ വെർബിൻ്റെ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ ഘടനയാണ്. സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഡു വെർബ് അല്ലെങ്കിൽ ഡസ് വെർബാന്ന് മനസ്സിലാക്കുക. ഹെൽപ്പ് എന്ന് വരുമ്പോൾ അതിൽ ഡു എന്ന ഓക്സിലറി വെർബ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഡൂവിനെ ഇങ്ങ് എടുക്കുക. എന്നിട്ട് ആ യു ഹെൽപ്പ് എന്നുള്ളതിൻ്റെ മുമ്പിൽ ഡു ചേർത്തിട്ട് ഡു യു ഹെൽപ്പ്. ഇപ്പം നമ്മൾ യു ഹെൽപ്പ് മീ എന്നാണെങ്കിൽ ഡു യു ഹെൽപ്പ് മീ, നീ എന്നെ സഹായിക്കുന്നു. നീ എന്നെ എന്ന് വെച്ചാൽ മീ ആണല്ലോ. അപ്പം അത് എന്നെ വേണ്ട, ഡു യു ഹെൽപ്പ്, നീ സഹായിക്കുന്നോ എന്നിട്ടൊരു ചോദ്യചിഹ്നം. അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം യു ഹെൽപ്പിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് ഡു പ്ലസ് ഹെൽപ്പ്. അപ്പോൾ ഡു യു ഹെൽപ്പ്, നീ സഹായിക്കുന്നു. നീ എന്ത് സഹായിക്കുന്നു എന്നാണെങ്കിൽ അതിനു മുമ്പിൽ ഒരു വാട്ട് ആഡ് ചെയ്യുക, വാട്ട് ഡു യു ഹെൽപ്പ്. ഓക്കെ, എന്താണ് വാട്ട് ഡു യു ഹെൽപ്പ്, നീ എന്ത് സഹായിക്കുന്നു. ഓക്കെ, എന്നാൽ ഹെൽപ്ഡ് എന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ഹെൽപ്സ്, ഹെൽപ്ഡ് അവിടെ നിൽക്കട്ടെ, നമുക്ക് സഹായിക്കുന്നു എന്നത് പറഞ്ഞതിന് ശേഷം അടുത്തതിലേക്ക് പോകാം. അപ്പോൾ ഹെൽപ്പ് നമ്മൾ പറഞ്ഞു, ഇനി നമ്മൾ യു ഹെൽപ്പ് നമ്മൾ പറഞ്ഞു, ഇനി നമ്മൾ ഹി ഹെൽപ്സ് എന്ന് പറയുന്നു. ഹി ഹെൽപ്സ് വരുമ്പോൾ അവിടെ എന്താണ്, അവൻ സഹായിക്കുന്നു. അപ്പോൾ ആ ഹി ഹെൽപ്സിൽ ഏത്
ഓക്സിലിയറി വെർബാണുള്ളത് ഡസ്. ഡസ് ഇങ്ങനെ പുറത്തെടുത്തിട്ട് നമ്മളത് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നു. ഡസ് ഹി ഹെൽപ്പ് ഒരു ചോദ്യചിഹ്നം ഇടുന്നു. ആ ഹെൽപ്സിൽ നിന്ന് ഡസ് മാറ്റിയപ്പോൾ തന്നെ അവിടുത്തെ എസ് അങ്ങ് പോയി. ഓക്കെ, അപ്പം ഡസ് ഹി ഹെൽപ്പ്, അവൻ സഹായിക്കുന്നു. കണ്ടോ? അപ്പം ഐ ഹെൽപ്പാണെങ്കിൽ ഡു ഐ ഹെൽപ്പ് ചോദ്യചിഹ്നം. ഓക്കെ, ഡു ഐ ഹെൽപ്പ്. ഇനി ഷീ ഹെൽപ്സ് ആണെങ്കിൽ ഡസ് ഷീ ഹെൽപ്പ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അവൾ സഹായിക്കുന്നോ, അവൻ സഹായിക്കുന്നോ, നീ സഹായിക്കുന്നോ, ഞാൻ സഹായിക്കുന്നോ ആണെങ്കിൽ, അപ്പോൾ നീ സഹായിച്ചിരുന്നോ എന്നാണെങ്കിൽ യു ഹെൽപ്ഡ് ആണല്ലോ, നീ സഹായിച്ചിരുന്നു. ആ ഹെൽപ്ഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതാണ് വെർബ്? ഓക്സിലറി വെർബ് ഡിഡ് ആണെന്ന് നമുക്കറിയാം. ആ ഡിഡിനെ ഇങ്ങനെ നമ്മൾ പുറത്തെടുക്കുന്നു. ഓക്കെ, അപ്പം യു ഹെൽപ്ഡ് എന്നത് ആ ഡിഡ് ഇങ്ങെടുത്ത് കഴിഞ്ഞിട്ട് ഡിഡ് ആദ്യം എഴുതി ഡിഡ് യു ഹെൽപ്പ്. ഹെൽപ്ഡിൽ നിന്നും ഡിഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബാക്കി ഹെൽപ്പേ ഉള്ളെന്ന് എപ്പോഴും മനസ്സിലാക്കിക്കോണം. അതായത് 5 എന്നുള്ളതിൽ നിന്ന് 2 എടുത്താൽ പിന്നെ 3 ഉള്ളവിടെ ഇല്ലേ? അതുപോലാണ് ഇവിടെ. ഹെൽപ്ഡ് എന്നതിൽ നിന്ന് ഡിഡ് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഡിഡ് യു ഹെൽപ്പ് ക്വസ്റ്റ്യൻ മാർക്ക്. ഹീ ഹെൽപ്ഡ് ആണെങ്കിൽ ഡിഡ് ഹീ ഹെൽപ്പ്. ഷീ ഹെൽപ്ഡ് ആണെങ്കിൽ ഡിഡ് ഷീ ഹെൽപ്പ്. ഇനി അവൻ എന്താണ് സഹായിച്ചതെങ്കിൽ വാട്ട് ഡിഡ് ഹി ഹെൽപ്പ്. എന്താണ് സഹായിച്ചിരുന്നത്? വാട്ട് ഡിഡ് ഹി ഹെൽപ്പ്. കണ്ടോ? അപ്പോൾ അവിടെ നമുക്ക് 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻ കിട്ടി. അതായത് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യനും കിട്ടി. അതായത് സഹായിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ യെസ് സഹായിച്ചിരുന്നു, അല്ലെങ്കിൽ നോ സഹായിച്ചിരുന്നില്ല, അല്ലേ? അല്ലെങ്കിൽ അപ്പോൾ അതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. പിന്നെ WH ക്വസ്റ്റ്യൻ, അതായത് വാട്ട്, വിച്ച്, വെന്ന്, വേർ, ഹൗ എന്നുള്ള ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ ആ ഇൻട്രോഗേറ്റീവ് ടൈപ്പ് എന്ന് പറയും, ആ 2 ക്വസ്റ്റ്യൻ മെത്തേഡും നമുക്ക് കിട്ടി. കണ്ടോ? എത്ര പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റി. ഇനി ഹീ വിൽ ഹെൽപ്പ് ആണെങ്കിലോ, ഹീ വിൽ ഹെൽപ്പ് യു വേണ്ട, യു വേണ്ട. ഓക്കെ, ഹീ വിൽ ഹെൽപ്പ് ആണെങ്കിൽ അവൻ സഹായിക്കും. അപ്പം നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ ഡിഡും ഡു ഒക്കെ എടുത്ത പോലെ എടുത്തോളൂ. ഓക്സിലറി വെർബ് ഏതാണ് അവിടെ? വില്ലാണ്. അപ്പോൾ വില്ലെടുത്തു കഴിഞ്ഞാൽ വിൽ ഹീ ഹെൽപ്പ്, വിൽ ഹീ ഹെൽപ്പ്. ഇനി ഷീ വിൽ ഹെൽപ്പ് ആണെങ്കിൽ വിൽ ഷീ ഹെൽപ്പ്. ഇനി എന്താണ് അവൾ സഹായിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് സഹായിക്കും? വാട്ട് വിൽ ഷീ ഹെൽപ്പ്, വാട്ട് വിൽ ഹീ ഹെൽപ്പ്, വാട്ട് വിൽ ഐ ഹെൽപ്പ്. കണ്ടോ? എത്ര പെട്ടെന്ന് നമുക്ക് 3 രീതിയിലും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റി. ഇനി ഇതേ രീതിയിൽ നമുക്ക് ഹാസ് ഓർ ഹാവിലേക്ക് പോകൂ. ഹീ ഹാസ് ഹെൽപ്ഡ്, അവിടെ എങ്ങനെ വരും? ഹാസ് ഹീ ഹെൽപ്ഡ്. അവിടെ ഹെൽപ്ഡ് തന്നെ വേണം, കാരണം ഹാസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഡിഡ് മാറ്റാൻ പറ്റത്തില്ല. അവിടെ ഡിഡ് അല്ല, അവിടെ വെർബിൻ്റെ 3rd ഫോമാണ്. അവൻ സഹായിച്ചിട്ടുണ്ടോ? ഹാസ് ഹി ഹെൽപ്ഡ്. ഇനി യു ഹാവ് ഹെൽപ്ഡിനെ എന്താക്കും? ഹാവ് യു ഹെൽപ്ഡ്. നീ സഹായിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വളരെ പെട്ടെന്നുണ്ടാക്കാം. ഇപ്പം ഐ ഗോ ഞാൻ പോകുന്നു, ഡു ഐ ഗോ. അല്ലെങ്കിൽ ഞാൻ പോകുന്നു എന്നാണെങ്കിൽ ഡു ഐ ഗോ. നീ പോകുന്നു, ഡു യു ഗോ. അപ്പോൾ അവിടെ അവൻ പോകുന്നു എന്ന് വരുമ്പോൾ ഹീ ഗോസ് എന്ന് വരും. അപ്പം അവൻ പോകുന്നു എന്നാണെങ്കിൽ ഡസ് ഹീ ഗോ. ഇനി അവൻ എവിടെ പോകുന്നു, എവിടെ എന്നുള്ളതിന് വേറാണ്. വേർ ഡസ് ഹീ ഗോ. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ ചോദ്യത്തിൻ്റെ ചില വാക്കുകൾ കൂടി പഠിക്കണം. ചില ചെറിയ ചെറിയ വാക്കുകൾ, അതായത് വാട്ട് എന്ത്, വെയർ എവിടെ, വെൻ എപ്പോൾ, ഹൂ ആര്, ഹൗ എങ്ങനെ. ഓക്കെ, ഈ രീതിയിലുള്ള ഇപ്പോൾ ഹൂം ആരെ, ഹൂസ് ആരുടെ. അപ്പം ഈ രീതിയിലുള്ള WH ക്വസ്റ്റ്യൻസ് ചെറുതായിട്ട് അതുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഡു വെച്ചാണെങ്കിൽ, അതായത് സഹായിക്കുന്നോ എന്ന് വരുമ്പോൾ ഡു യു ഹെൽപ്പ്, ഡസ് ഹി ഹെൽപ്പ്, ഡസ് ഷീ ഹെൽപ്പ്. കണ്ടോ? എന്നാൽ സഹായിച്ചിരുന്നോ, ഡിഡ് യു ഹെൽപ്പ്. ഓക്കെ, ഡിഡ് ഐ ഹെൽപ്പ്, ഡിഡ് ഷീ ഹെൽപ്പ്. കണ്ടോ? എന്നാൽ സഹായിക്കുമോ എന്നാണെങ്കിൽ, അതായത് നാളെ സഹായിക്കുമോ, വിൽ ഹി ഹെൽപ്പ്, വിൽ ഷീ. അവിടെ ഷോളും യൂസ് ചെയ്യാം, എന്നാലും നമുക്ക് വില്ല് വെച്ചിട്ട് ആദ്യം പഠിക്കാം. വിൽ ഷീ ഹെൽപ്പ്, വിൽ ഐ ഹെൽപ്പ്. കണ്ടോ? എന്നാൽ ഹാവ്, അതായത് അവൻ സഹായിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അവൻ പോയിട്ടുണ്ടോ, വന്നിട്ടുണ്ടോ എന്നാണെങ്കിൽ ഹാസ് ഹി ഗോൺ, അവൻ പോയിട്ടുണ്ടോ. ഗോഡ് 3rd ഫോമാണ് ഗോണ്, ഗോ വെൻറ്റ് ഗോൺ. ഹാസ് ഹി ഗോൺ,
ഹാസ് ഷീ ഗോൺ, ഹാവ് ഐ ഗോൺ, ഹാവ്. ഓക്കെ, ഹാവ് യു ഗോൺ. കണ്ടോ? അപ്പോൾ ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ രൂപീകരണം നിങ്ങൾക്ക് വളരെ നന്നായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലുമൊക്കെ വാക്കുകൾ അല്ല പ്രവൃത്തികൾ നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കിയിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. തീർച്ചയായും അതിൻ്റെ മറുപടിയുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും പ്രാധാന്യം, എനിക്ക് ഏറ്റവും പ്രധാനം. അതുപോലെ നിങ്ങൾക്ക് ഇനി ഇതിൽ ബുദ്ധിമുട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ ഭാഗങ്ങൾ പറഞ്ഞാൽ തീർച്ചയായും അത് ഞാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസായി ചെയ്തു തരുന്നതായിരിക്കും. തീർച്ചയായും ഈ 15 ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉറപ്പായും സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. തൊട്ടടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.